ഒരുപാട് രാഷ്ട്രീയ സന്ദർഭങ്ങളിലൂടെ ചരിത്ര സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസാണിത്. സാക്ഷികളുടെ കൂറുമാറ്റം മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അന്ന് ഈ കേസ് വാദിച്ച പ്രോസിക്യൂഷൻ, അന്നത്തെ DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഉൾപ്പെടെ തൻ്റെ രാഷ്ട്രീയമായ കൂറ് CPM-നോടാണെന്ന് പിന്നീട് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങൾ കൂടി ഈ കേസിൻ്റെ ഹൈക്കോടതിയിലെത്തുന്ന ഘട്ടത്തിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഈ വിധി, ഹൈക്കോടതിയുടെ വിധി എത്തി നിൽക്കുമ്പോൾ പ്രോസിക്യൂഷൻ അഭിമാനിക്കാം, RMPക്കും അഭിമാനിക്കാം. ഒപ്പം തന്നെ CPM-ന് വലിയൊരു ആശങ്ക ഒഴിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം CPM തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നത് CPM-ൻ്റെ കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവ് P. മോഹനൻ ഈ കേസിൽ നിന്ന് എങ്ങനെ വിട്ടുപോരും, അല്ലെങ്കിൽ P. മോഹനൻ്റെ ഗതി എന്താവും എന്നതായിരുന്നു. അതിൽ നിർണായകമായ ആ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. P. മോഹനൻ കുറ്റവിമുക്തനെന്ന വിചാരണ കോടതിയുടെ വിധി അത് അന്തിമമായിരിക്കുന്നു. പൂക്കട ഗൂഢാലോചന എന്ന പ്രോസിക്യൂഷൻ്റെ വാദം ഹൈക്കോടതിയും അംഗീകരിക്കുന്നില്ല. വിചാരണ കോടതി അംഗീകരിക്കാതിരുന്നത് പോലെ തന്നെ ഹൈക്കോടതിയും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതിൽ പ്രധാനമായും വന്ന രണ്ട് പ്രതികൾ, ഒന്ന് ജ്യോതി ബാബുവും ഒന്ന് KK കൃഷ്ണനും. KK കൃഷ്ണനെ തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ പ്രധാന പോയിന്റിൽ നിർത്തിയ ഒരു പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഇതിന് പ്രധാനമായ തെളിവ് ആയി കൊണ്ടുവന്നത്. TP ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ റോഡിൽ ചിതറുമെന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ സാക്ഷിമൊഴികളുണ്ട്. ഇതാണ് കോടതിക്ക് മുമ്പാകെ, വിചാരണ കോടതിക്ക് മുമ്പാകെ അന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. ആ വാദം മുഖവിലക്കെടുത്തിരിക്കുന്നു ഹൈക്കോടതിയും ജ്യോതി ബാബുവും ഗൂഢാലോചനയിൽ. രണ്ട് ഘട്ടം വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കേസിലെ 7 പേരാണ് ഇപ്പോൾ ജീവപര്യന്തം. 12 പ്രതികളിൽ 11 പേർക്ക് ജീവപര്യന്തമായിരുന്നു വിചാരണ കോടതി അന്ന് വിധിച്ചിരുന്നത്. അത് ശരിവെച്ചിരിക്കുന്നു. അതിലെ പ്രതികളുടെ പട്ടിക, ഇന്നോവയിൽ അന്നുണ്ടായിരുന്ന പ്രതികൾ 7 പേരാണ്. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സീത്ത്, K ഷിനോജ്. ഇവർ 3 പേരും, ഇവർ 7 പേരും അന്ന് ഇന്നോവയിൽ സഞ്ചരിച്ചവരാണ്. TP ചന്ദ്രശേഖരനെ വെട്ടിയവരാണ്. അതിനുശേഷമുള്ള പ്രതികൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് KC രാമചന്ദ്രൻ, PK കുഞ്ഞനന്ദൻ, ട്രൗസർ മനോജ്, വാഴപ്പടച്ചി റഫീഖ് തുടങ്ങിയവർ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവർക്കുള്ള ശിക്ഷയും വിചാരണ കോടതി പറഞ്ഞത് തന്നെ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ 24 പ്രതികളെ അന്ന് വെറുതെ വിട്ടിരുന്നു. അതിലാണ് CPM ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ട P. മോഹനൻ ഉണ്ടായിരുന്നത്. P. മോഹനൻ്റെ ഗൂഢാലോചന തെളിവില്ലെന്ന വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി അംഗീകരിച്ചതോടെ CPM-ൻ്റെ വലിയ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. വലിയ മീനിനെ CPM-ന് പതിവ് പോലെ, അല്ലെങ്കിൽ വിചാരണ കോടതി വിധി പോലെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. KK കൃഷ്ണനും ജ്യോതി ബാബുവും മാത്രമാണ് വീണ്ടും സീനിലേക്ക് വരുന്നത്.